ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. തന്റെ ദാസന്റെ മേൽ വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും അതിന് ഒരു വക്രതയും വരുത്താതിരിക്കുകയും ചെയ്ത അല്ലാഹുവിന് സ്തുതി. ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസനാ. ചൊവ്വായ നിലയിൽ തന്റെ പക്കൽ നിന്നുള്ള കഠിനമായ ശിക്ഷയെപ്പറ്റി താക്കീത് നൽകുവാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഉത്തമമായ പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുവാനും വേണ്ടിയത്രേ അത്. മാകിസീന ഫീഹി അബദാ. ആ പ്രതിഫലം അനുഭവിച്ചുകൊണ്ട് അവർ എന്നെന്നും കഴിഞ്ഞുകൂടുന്നതായിരിക്കും. വയുൻദിറല്ലദീന ഖാലൂ ഇത്തഖദല്ലാഹു വലദാ. അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയുമാകുന്നു. മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. അമലുകളിലുള്ള ഇഖ്ലാസിനെ കുറിച്ചാണ് ഒരു ഖുത്ബ നമ്മളിവിടെ ഇന്ന് ശ്രവിക്കുകയുണ്ടായത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ, ആദർശത്തിൽ ഈമാൻ അത് ഹൃദയത്തിൻ്റെ സത്യപ്പെടുത്തിയുള്ള അംഗീകാരവും നാവുകൊണ്ടുള്ള മൊഴിയലും മനുഷ്യരുടെ ബാഹ്യ കർമ്മങ്ങൾ കൊണ്ടുള്ള അമലുകളുമാണ്. എന്ന് പറഞ്ഞാൽ ഈമാൻ എന്ന സാങ്കേതിക ശബ്ദം അത് കേവലം മനസ്സിൻ്റെ സത്യപ്പെടുത്തലോ മനസ്സിൻ്റെ അംഗീകാരമോ അല്ല. മനസ്സ് സമ്മതിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം മനസ്സിൻ്റെ സത്യപ്പെടുത്തലും സമ്മതിക്കലും ഉള്ളതോടൊപ്പം നാവുകൊണ്ട് പ്രഖ്യാപിക്കലും അമലുകൾ കൊണ്ട് സത്യപ്പെടുത്തലും ഈമാനിൻ്റെ അടിസ്ഥാനങ്ങളാണ്. എങ്കിൽ മനസ്സുകൊണ്ടുള്ള സമ്മതം, നാവുകൊണ്ടുള്ള പ്രഖ്യാപനം, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം
ഇത് കേവലം ഒരു ചടങ്ങാകാൻ പാടുള്ളതല്ല. പ്രത്യുത അത് നിഷ്കളങ്കവും നിഷ്കപടവുമായി ഇഖ്ലാസിൻ്റെ അടിത്തറയിലായിരിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇഖ്ലാസിനെ കുറിച്ച് മിൻ ഉസൂലിൽ ഈമാൻ വ ഖവാഇദിദ്ദീൻ. ഇഖ്ലാസ് ഈമാനിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്, മതത്തിൻ്റെ അടിത്തറകളിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ അമലുകൾ, തൻ്റെ പ്രഖ്യാപനങ്ങൾ, തൻ്റെ സത്യപ്പെടുത്തലുകൾ ഇതെല്ലാം ഇഖ്ലാസിൻ്റെ അടിത്തറയിലാണ് അവൻ സ്ഥാപിക്കുകയും അതിനെ പടുത്തുയർത്തുകയും ചെയ്യേണ്ടത്. അതിനാണ് നമുക്ക് കൽപ്പനയുള്ളത്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫ. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെയാണ് അള്ളാഹുവിനെ ഇബാദത്തെടുക്കേണ്ടത്? മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അത് അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്, മുഖ്ലിസീങ്ങളായിക്കൊണ്ട്, അതിൽ കാപട്യവും കളങ്കവുമില്ലാതെ അള്ളാഹുവിന് മാത്രം കീഴ്വണക്കമാക്കിക്കൊണ്ടാണ് അവർ ഇബാദത്തെടുക്കേണ്ടത്. ഹുനഫ, അവർ കുഫറിൽ നിന്നും ഷിർക്കിൽ നിന്നും തെറ്റി ഇസ്ലാമിൻ്റെയും തൗഹീദിൻ്റെയും മാർഗത്തിൽ വന്നതിന് ശേഷം അള്ളാഹ്ക്ക് നിഷ്കളങ്കമായി ഇബാദത്തെടുക്കണം. അതിനാണ് അവർ കൽപ്പിക്കപ്പെട്ടത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഫഅബ്ദുല്ലാഹ് മുഖ്ലിസൻ ലഹുദ്ദീൻ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് സൂറത്തു സുമറിന്റെ തുടക്കത്തിൽ തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹക്കീമും അസീസുമായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വിശുദ്ധ ഖുർആൻ, നാം വിശുദ്ധ ഖുർആനെ താങ്കൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. ഫഅബ്ദുല്ലാഹ്, അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിനെ ഇബാദത്തെടുക്കണം. മുഖ്ലിസൻ ലഹുദ്ദീൻ, അള്ളാഹുവിന് കീഴ്വണക്കം അത് നിഷ്കളങ്കമാക്കി, നിഷ്കപടമാക്കി, പങ്കു ചേർക്കാതെ, ലോകമാന്യതയില്ലാതെ അള്ളാഹ് ഇബാദത്തെടുക്കണം. എന്നിട്ട് അള്ളാഹു പറയാണ് മുഖ്ലിസൻ ലഹുദ്ദീൻ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അല, അറിയുക, ലില്ലാഹ്, അള്ളാഹുവിന് മാത്രമാകുന്നു അദ്ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ കീഴ്വണക്കം, കപടരഹിതമായ കളങ്കമുക്തമായ കീഴ്വണക്കം അത് അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. മറ്റിടത്ത് അള്ളാഹു പറയാണ്, അള്ളാഹു അത്രേ ഖലഖൽ മൗത്ത് വൽ ഹയാത്ത്, മരണവും ജീവിതവും ഒക്കെ സൃഷ്ടിച്ചത്, പടച്ചത്. എന്തിനാ അള്ളാഹു മനുഷ്യന് മരണം പടച്ചത്? എന്തിനാ ജീവിതം പടച്ചത്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമലെടുക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. ഏറ്റവും നല്ല അമൽ അതാരുടേതാണെന്ന് പരീക്ഷിക്കാൻ അള്ളാഹു മൗത്തും ഹയാത്തും പടച്ചു. ഈ ലിയബ്ലുവകും അഹ്സനു അമല, ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഫുദൈദ് ഇബ്നു ഉയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഖ്ലസുഹു വഅസ്വബു. അഖ്ലസുഹു വഅസ്വബു, എന്താ അഹ്സനു അമല? ഏറ്റവും നല്ല പ്രവൃത്തി എന്താ? അത് അഖ്ലസുഹു, ഏറ്റവും നല്ല നിഷ്കളങ്കതയിൽ, നിഷ്കപടതയിൽ അമലെടുക്കുക എന്നുള്ളതാണ്. അസ്വബുഹു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അനുസരിച്ച് അമലെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ ആരാണ് അള്ളാഹുവിന് മാത്രമായി അമലെടുക്കുന്നത്, സുന്നത്ത് അനുസരിച്ച് അമലെടുക്കുന്നത്? അത് പരീക്ഷിക്കാനാണ് ഹയാത്തും മൗത്തും നിങ്ങൾക്ക് പടച്ചത് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ വചനങ്ങൾ, അതേപോലെ ഇതുപോലുള്ള വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം കാണുവാൻ സാധിക്കും. നമ്മളുടെ അമലുകൾ, അത് നമ്മളുടെ ഇബാദാത്തുകൾ, അത് നമ്മൾ അള്ളാഹുവിനെ മാത്രമാക്കി ഇഖ്ലാസോട് കൂടി നിർവഹിക്കുക എന്നുള്ളത്. എന്താണ് ഇഖ്ലാസ്? ചിലർ പറഞ്ഞു, അൻ യുഫ്രിദൽ അബ്ദു അമലഹു ലില്ലാഹ്
അല്ലെങ്കിൽ അൻ യുജർരിദൽ അബ്ദു അമലഹു ലില്ലാഹ്, ഒരു ദാസൻ തൻ്റെ കർമ്മം അള്ളാഹുവിന് തനിച്ചാക്കുക, അള്ളാഹുവിനെ മാത്രമാക്കുക. തൻ്റെ നമസ്കാരം, തൻ്റെ സുജൂദ്, തൻ്റെ റുകൂഅ്, തൻ്റെ സദഖകൾ, തൻ്റെ നോമ്പ്, തൻ്റെ സകാത്ത്, ഹജ്ജ് തുടങ്ങിയുള്ള തൻ്റെ ദുആ, തൻ്റെ സഹായാർത്ഥന, തൻ്റെ നേർച്ച, തൻ്റെ ബലി തുടങ്ങിയുള്ളതായ അമലുകളൊക്കെ അത് അള്ളാഹുവിനെ തനിച്ചാക്കുക, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് അള്ളാഹുവിന് മാത്രമാക്കി നിർവഹിക്കുക. ഇതാണ് ഇഖ്ലാസ്. അതേറെ ശ്രമകരാണ്. കാരണം അമലുകളിൽ ലോകമാന്യത കടന്നു വരും. മറ്റുള്ളവർ കാണുവാനും മറ്റുള്ളവരുടെ കേളി നേടുവാനും മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുവാനും സാഹചര്യം അത് പെട്ടെന്ന് സംജാതമാകുന്ന ഒരു മേഖലയാണ് മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ. അതോടുകൂടി അമലുകൾ പൊളിഞ്ഞു, കർമ്മം നിഷ്ഫലമായി, ഇഹത്തിലും പരത്തിലും ആ കർമ്മം ഗുണം കെട്ടു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ, ചില പൂർവികരെ ഉദ്ധരിച്ച് നമ്മൾ കേട്ടു, മാ ആലജ്തു ശൈഅൻ അശദ്ദു അലൈ മിനൽ ഇഖ്ലാസ്. ഇഖ്ലാസ് ശരിയായി കിട്ടാൻ ഞാൻ പണിയെടുത്തത്ര ഒരു അധ്വാനവും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ്. അതായത് കർമ്മം അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുവാൻ ഞാൻ പാടുപെട്ടത്ര ഒരു വിഷയത്തിൽ ഞാൻ പാടുപെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത് വലിയ വിഷയമാണ്. അമലുകൾ അള്ളാഹുവിന് മാത്രമാക്കുക, അതിനിടയിൽ ഒരു പ്രശസ്തിയും പേരുമില്ലാത്ത വിധം മറ്റുള്ളവർക്ക് അതിലൊരു വിഹിതം വരാത്ത വിധം അമലെടുക്കുക എന്നുള്ളത് അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. റബ്ബാനിയായ അല്ലെങ്കിൽ ഖുദ്സിയായ ഒരു ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്താ അള്ളാഹു പറയുന്നത്? അന അഗ്ന ശുറകായി അനി ശിർക്ക് ഫമൻ അമില അമലൻ അശ്റക ഫീഹി മഅയ ഗൈരി തറക്തുഹു വശിർകഹു. എന്താ? അന അഗ്ന ശുറകായി അനി ശിർക്ക്, പങ്കാളികളെ വെക്കുന്നതിൽ നിന്ന് ഞാൻ ധന്യനാണ്, എനിക്ക് പങ്കാളിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആളുകൾ എനിക്ക് പങ്കാളികളെ സ്വീകരിക്കുന്നുവെങ്കിൽ ഞാൻ അതിൽ നിന്ന് ധന്യനാണ്. മൻ അമില അമലൻ, വല്ലവരും ഒരമലെടുത്തു, അശ്റക ഫീഹി മഅയ ഗൈരി, ആ അമലിൽ എന്നോടൊപ്പം ഞാനല്ലാത്തവരെ പങ്കു ചേർത്തിട്ടുണ്ട് എങ്കിൽ തറക്തുഹു വശിർകഹു, ആ അമലെടുത്തവനെയും അവൻ പങ്കു ചേർത്ത കർമ്മത്തെയും ഞാൻ വിഗണിച്ചിരിക്കുന്നു, ഞാൻ കൈയൊഴിച്ചിരിക്കുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. അപ്പം അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് അമലെടുത്തവർ അവരെയും അവരുടെ അമലുകളെയും അള്ളാഹു കൈയൊഴിക്കും. അത് അള്ളാഹ്ക്ക് വേണ്ടതില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ച്, അള്ളാഹുവിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ സ്വർഗം, അള്ളാഹുവിൻ്റെ വജ്ഹ്, ഇത് മാത്രം കാംക്ഷിച്ച് അമലെടുക്കുക എന്നുള്ളത്. അത് കൃത്യമായിരിക്കണം. അതിൽ കളങ്കമോ കാപട്യമോ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റേത് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റേത് മാത്രം. അപ്പോൾ മറ്റുള്ളവരുടെ പ്രീതി നേടാൻ, മറ്റുള്ളവരുടെ ഇഷ്ടം നേടാൻ, മറ്റുള്ളവരുടെ കയ്യടി നേടാൻ, മറ്റുള്ളവരിൽ നിന്ന് പേര് നേടാൻ ഒരാൾ ഒരു അമലിൽ വിചാരിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലായി. അങ്ങനെയുള്ളവരെയും അവൻ്റെ അമലിനെയും അള്ളാഹു കയ്യൊഴിക്കും, അള്ളാഹ്ക്ക് വേണ്ട. ഈ പ്രഖ്യാപനം അള്ളാഹു നടത്തും എന്നാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് അള്ളാഹു വൈൽ പ്രഖ്യാപിക്കണം. വൈൽ എന്ന് പറഞ്ഞാൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞ അതിൻ്റെ ഒരു തഫ്സീർ നമ്മൾ മിമ്പറിൽ നിന്ന് കേട്ടു. എന്താ വൈൽ? വൈൽ എന്ന് പറഞ്ഞാൽ വാദിൻ ഫി ജഹന്നം കഅറുഹു ബഈദ് വഹറുഹു ശദീദ്. വൈൽ എന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ ഒരു താഴ്വാരമാണ്. ഖാറു ബഈദ്, അത് ആഴത്തിൽ അഗാധമായ താഴ്വാരമാണ്. ഹറുഹു ശദീദ്, അതിൻ്റെ ചൂട് അതികഠിനമാണ്. അപ്പൊ ചൂടിനൂക്കേറിയ താഴ്ചയുള്ള ഒരു താഴ്വാരം, അതാണ് വൈൽ. അങ്ങനെയുള്ള നരകത്തിയിലെ ഒരു ശിക്ഷയാണ് ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് എന്നാണ്. ഏത് നമസ്കാരക്കാർക്ക്? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ വല്ലദീന ഹും യുറാഊൻ. നമസ്കാരത്തൊട്ട് അശ്രദ്ധയിലായി ഉള്ള നമസ്കാരക്കാർ എന്ന് പറഞ്ഞാൽ തോന്നുമ്പോൾ നിസ്കരിക്കുന്നവർ, അശ്രദ്ധ മേൽവിലാസമാക്കി നമസ്കരിക്കുന്നവർ. അതേപോലെ അല്ലദീന ഹും യുറാഊൻ,
കാണിക്കാൻ വേണ്ടിയിട്ട് നമസ്കരിക്കുന്നവർ, ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ട്, റിയായിന് വേണ്ടിയിട്ട് നമസ്കരിക്കുന്നവർ. റിയായിന് വേണ്ടി നമസ്കരിക്കുന്നവരിൽ ഇഖ്ലാസ് ഇല്ല. അപ്പൊ ഇഖ്ലാസ് ഇല്ലാതെ നമസ്കരിക്കുന്നവർക്കാണ് വൈലുൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന പ്രഖ്യാപനം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. നിസ്കരിക്കുക എന്നിട്ട് നരകത്തിൽ ഒരു വൈൽ എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട്? ഇഖ്ലാസ് നഷ്ടപ്പെട്ട, നിഷ്കളങ്കതയും അതേപോലെ നിഷ്കപടതയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിസ്കരിക്കാത്ത മനുഷ്യന്മാർ, അവർക്കാണ് വൈൽ എന്ന് പറയുന്നത്. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് അമലുകളിൽ ഇഖ്ലാസിൻ്റെ വിഷയം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ വിഷയം വളരെ ഗൗരവത്തിൽ ഉണർത്തുന്നത്. ഇഖ്ലാസ് അമലിലുണ്ടായാൽ അത്തരം അമലുകളാണ് ഉപരിലോകത്ത് സ്വീകരിക്കപ്പെടുകയും അതിനാണ് അതിൻ്റെ ഫലം പറയപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഉമറിൽ നിന്നുള്ള പ്രസിദ്ധമായ ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സഹീഹുൽ ബുഖാരി ആരംഭിക്കുന്നത് ഉമറിൻ്റെ ഈ ഹദീസ് കൊണ്ടാണ്. ആ വിഷയത്തിൻ്റെ ഗൗരവം ആളുകൾ മനസ്സിലാക്കാനാണത്. സഹീഹുൽ ബുഖാരിയിൽ ഒന്നാമത്തെ ഹദീസ് ഉമറിൽ നിന്നുള്ള ഈ ഹദീസാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ ബിംറഅതി യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇന്നമൽ അഅമാൽ ബിന്നിയാത്ത്, അമലുകൾ അത് ആളുകളുടെ നിയ്യത്തിനനുസരിച്ചാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഓരോ മനുഷ്യനും എന്ത് നിയ്യത്താക്കിയോ അതാണ് അയാൾക്കുള്ളത്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ഒരാളുടെ ഹിജ്റ പാലായനം അത് അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമാണ് എങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അയാളുടെ ഹിജ്റ അത് അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമായിരിക്കും. ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഹിജ്റ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസി നിർവഹിക്കുന്ന സേവനങ്ങളിൽ, അധ്വാനങ്ങളിൽ, പരിശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ത്യാഗപൂർണമായിട്ടുള്ള ഒരു പരിശ്രമമാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ ദീനിനെ, ആദർശത്തെ സംരക്ഷിക്കുവാൻ, അതിന് സംരക്ഷിക്കാൻ പറ്റിയ ഇടം നോക്കിയുള്ള പലായനമാണ്. അതിൽ നാട് ഉപേക്ഷിക്കേണ്ടി വരും, വീട് ഉപേക്ഷിക്കേണ്ടി വരും, വിഭവങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും, കൂട്ടുകുടുംബാദികളെ വിട്ട് പോകേണ്ടി വരും. കാരണം ആദർശത്തെ മാത്രം സംരക്ഷിക്കുവാനുള്ള പോക്കാണ്. ഒരിറ്റ് ദുനിയാവ് അതിൽ കാക്ഷിക്കുന്നേയില്ല. സ്വന്തം ദീൻ സംരക്ഷിക്കപ്പെടണം, അതിനുവേണ്ടിയുള്ള പാലായനമാണ് ഹിജ്റ എന്നുള്ളത്. അപ്പോൾ എത്ര ത്യാഗപൂർണമായ, ത്യാഗസമ്പന്നമായ ഒരു അമലാണ് ഹിജ്റ. ആ ഹിജ്റ ഒരാൾക്ക് ഫലപ്പെടണമെങ്കിൽ ആ ഹിജ്റ അത് അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഉദ്ദേശിച്ചുള്ള ദീനിന് വേണ്ടിയുള്ള ഹിജ്റയായിരിക്കണം. ഇതാണ് പറയുന്നത്. വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ, വല്ല ദുനിയാവും നേടാനാണ് ഒരാളുടെ ഹിജ്റയെങ്കിൽ, എന്തെങ്കിലും ഒരു ദുനിയാവ് നേടാൻ അതിനാണ് ഹിജ്റയെങ്കിൽ, അവിംറാഅതി യൻകിഹുഹാ, അല്ലെങ്കിൽ പലായന ഭൂമിയിൽ ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീയെ കല്യാണം കഴിക്കാനാണ് ഹിജ്റയെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അയാൾ എന്തിനു വേണ്ടി ഹിജ്റ പോയാ അതിനായിരിക്കും അയാളുടെ ഹിജ്റ. അല്പം ദുനിയാവ് അതിൽ കലർന്നാൽ ആ കലർന്ന ദുനിയാവായിരിക്കും അയാളുടെ ഹിജ്റയിൽ അയാൾക്ക് ലഭിക്കുക. അള്ളാഹു അയാൾക്ക് ലഭിക്കൂല, അള്ളാഹുവിൻ്റെ പ്രതിഫലവും അയാൾക്ക് ലഭിക്കൂല. ഇതാണ് ഈ ഹദീസിൻ്റെ തേട്ടം. ഈ ഒരു ഹദീസിനെ തുടക്കത്തിൽ കൊടുത്താണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഹദീസുകളെ ക്രോഡീകരിക്കുന്നത്. എന്തിന്? എല്ലാ വിഷയങ്ങളുടെയും മൂലക്കല്ലാണ് ഇഖ്ലാസ്, അടിസ്ഥാനമാണ് ഇഖ്ലാസ്. ഇഖ്ലാസിൽ വ്യതിചലിച്ചാൽ, ഇഖ്ലാസിൽ പിഴച്ചാൽ എല്ലാം പഴച്ചു. ഖതീബ് ഉണർത്തിയില്ലേ, ഒരാളൊരു വീട് പണിതു, ആ വീട് നല്ല മൊഞ്ചുള്ള, അലങ്കൃതമായ, പ്രവർണാങ്കിതമായ നല്ല വീടാണ്, എല്ലാവിധ അലങ്കാരങ്ങളും ഒത്തുചേർത്ത് നല്ല മൊഞ്ചിൽ, പ്രൗഢിയിൽ, മോടിയിൽ ഒരു വീട് പണിത ഒരു മനുഷ്യൻ. പക്ഷെ അയാൾ അതിൻ്റെ അടിത്തറ ഭദ്രാക്കിയിട്ടില്ല, അടിത്തറ ശരിയാക്കിയിട്ടില്ല. എന്താ സംഭവിക്കുക? ആ വീടിൻ്റെ ഭാവി എന്തോ അതുപോലെയാണ്. ഇഖ്ലാസ് ആകുന്ന അസാസിൽ, അടിത്തറയിൽ അമലുകളെ ഒരാൾ പണിതിട്ടില്ല എങ്കിൽ അയാളുടെ അമലുകൾ അതെത്ര അലങ്കൃതമായാലും, പുറമേക്ക് മോടിയുള്ളതായാലും, മുഞ്ചുള്ളതായാലും അത് നിഷ്ഫലമാണ്. അത് പ്രതിഫലാർഹമല്ല, പ്രത്യുത അത് ഫലം ശൂന്യമായ, നഷ്ടപ്പെട്ട കേവല
പ്രവൃത്തി മാത്രമായി മാറും. അതുകൊണ്ടാണ് ഇഖ്ലാസിൻ്റെ വിഷയം പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയും അതിൽ ഉപദേശം നൽകുകയും ചെയ്യുന്നത്. സ്വർഗരാജ്യം അനന്തരമെടുക്കുന്ന അബ്റാറിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രത്യേകത പറഞ്ഞത് എന്താ? ഇന്നൽ അബ്റാർ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹ് യുഫജ്ജിറൂനഹാ തഫ്ജീറ യൂഫൂന ബിന്നദർ വയഖാഫൂന യൗമൻ കാന യൂഫൂന ബിന്നദരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ വയുത്ഇമൂന അത്അം അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അബ്റാർ എന്ന് പറഞ്ഞാൽ പുണ്യാളന്മാരാണ്. പുണ്യാളന്മാർ സ്വർഗം അനന്തരം അവർ സ്വർഗീയ അനുഗ്രഹങ്ങളെ ആസ്വദിക്കും. ആ സ്വർഗീയ അനുഗ്രഹങ്ങളിൽ കാഫൂർ എന്ന് പറയുന്ന നദിയിൽ നിന്ന് നദീജലമെടുത്ത് സ്വർഗത്തിലെ സ്വർഗാനുഗ്രഹമായ മദ്യത്തിൽ അവർ ചേരുവയായി ചേർത്ത് അങ്ങനെ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹ കാഫൂറ, കാഫൂറിൽ നിന്നുള്ള ചേരുവയിൽ സ്വർഗീയ മദ്യത്തിൻ്റെ ചഷകം അവർ കുടിച്ചു തീർക്കും. സ്വർഗീയത്തിലെത്തുന്ന അബ്റാറുകൾ എന്തേ സ്വർഗത്തിൽ ഈ പുണ്യാളന്മാരെത്തി ഇவ்விധം സ്വർഗീയ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുന്നത്? അവരുടെ സ്വഭാവം പറയാണ്. യൂഫൂന ബിന്നദർ, അവർ നേർച്ച പൂർത്തീകരിക്കുമായിരുന്നു. പുണ്യപ്രവൃത്തിയിൽ അവർ ചെയ്തിരുന്ന പ്രവൃത്തികളിൽ മികവുറ്റത് നേർച്ചകൾ അവർ പൂർത്തീകരിക്കും. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, അപകടം ദൂരവ്യാപകമായ ആഖിറത്തിനെ പരലോകത്തെ അവർ ഭയന്നിരുന്നു. വയുത്ഇമൂന അത്അം അലാ ഹുബ്ബിഹി, അവർക്ക് ഭക്ഷണത്തോട് പ്രിയമുണ്ടായിട്ടും അവർ ഭക്ഷണം തങ്ങൾക്ക് വേണ്ടെന്ന് വെച്ച് തങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ച്, അവർക്ക് ഭക്ഷണം വേണം പക്ഷേ തങ്ങളുടെ സ്വാർത്ഥതയെ അവർ ബലി കഴിച്ച് അവർ യുത്ഇമൂന അത്അം മറ്റുള്ളവർക്ക് ഭക്ഷണം ഊട്ടിയിരുന്നു, അന്നം നൽകിയിരുന്നു. ആരാണ് ആ മറ്റുള്ളവർ? മിസ്കീനൻ വയതീമൻ വ അസീറ, ബന്ദികൾ, യതീമുകൾ, അഗതികൾ. അപ്പം അഗതികൾക്ക് അന്നം നൽകി, യതീമിന് അന്നം നൽകി, ബന്ദികൾക്ക് അന്നം നൽകി. ആ അന്നം അവർക്ക് വേണ്ടതാണ്, ആഗ്രഹമുള്ളതാണ്, എന്നിട്ടും അവർ മറ്റുള്ളവരെ ഊട്ടുകയാണ്. ഇങ്ങനെ അന്നം നൽകി ഇബാദത്തുകളെ പൂർത്തീകരിച്ച് ആഖിറത്തിനെ ഭയന്ന് അമലെടുത്തവരാണ് ആര്? അബ്റാറുകൾ. ഈ അമലുകൾ എടുത്തപ്പോൾ അവരുടെ നിയ്യത്ത് എന്താ? അവരുടെ പ്രഖ്യാപനം ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അന്നം നൽകുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ഒരു നന്ദി വാക്ക് പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. നോക്കി നിങ്ങൾ, ഇതാണ് ഇഖ്ലാസ്. അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി തങ്ങൾക്ക് വേണ്ട ഭക്ഷണം മറ്റുള്ളവർക്ക് കനിയുകയാണ്. അപ്പോൾ അവരുടെ പ്രഖ്യാപനമാണ് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ്. നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്ക് പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഒരു പ്രതിഫലവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ നിഷ്കളങ്കമായി നിഷ്കപടമായി അള്ളാഹുവിനു വേണ്ടി അമലെടുത്തിരുന്ന അബ്റാറുകൾ, അവരെയാണ് സ്വർഗരാജ്യം കാത്തു കഴിയുന്നത്. സ്വർഗീയ അനുഗ്രഹങ്ങൾ അവർ ആസ്വദിക്കുന്നതിൻ്റെ ചിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇൻസാനിൽ നമുക്ക് പകർന്നു നൽകുന്നത്. ഇന്നാ നഖാഫ് മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ, അല്ലാഹു പറയുന്നു ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നദ്റതൻ വസുറൂറ. ആ ദിവസത്തിൻ്റെ ഷെറിനെ, ദൂരവ്യാപകമായ വിപത്തുകളുള്ള ആഖിറത്തിനെ ഭയന്നാണല്ലോ അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ വിപത്തിനെ അള്ളാഹു അവരെ തൊട്ട് തടുക്കുകയാണ്. എന്നിട്ട് വലഖാഹും നദ്റതൻ വസുറൂറ, അവർ മുഖപ്രസന്നതയിൽ മനസ്സിൻ്റെ സന്തോഷത്തിൽ അവരുണ്ടായിരിക്കെ അള്ളാഹു അവരെ കണ്ടുമുട്ടും എന്ന് തുടങ്ങിയിട്ട് പിന്നെ അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സൂറത്ത് ഇൻസാനിൽ അള്ളാഹു തുടർത്തി പറയണം. ഏതായാലും ഇവിടെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മളുടെ അമലുകൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തെ, അള്ളാഹുവിൻ്റെ വജ്ഹിനെ, പ്രീതിയെ കാക്ഷിച്ചുകൊണ്ട് നമ്മൾ നിർവഹിച്ചാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാണ് കബൂൽ, സ്വീകാര്യത നിശ്ചയിച്ചിട്ടുള്ളത്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ ആഖിറത്തിൽ
മഹ്ശറ വൻസഭയിൽ അണിചേരുന്ന ഒരുമിച്ച് കൂടുന്ന ആദം സന്തതികളെ ഉണർത്തിയപ്പോൾ ആദം സന്തതികൾ ആഖിറത്തിൽ മഹ്ശറ വൻസഭയിൽ അണിനിരക്കുമ്പോൾ സൂര്യൻ 1 മൈൽ ദൂരത്തെന്ന പോലെ അടിയാറുകളോട് അടുത്തു വരുമെന്നാണ്. ആളുകൾ വിയർപ്പിൽ മുങ്ങുമെന്ന്. ചിലരുടെ വിയർപ്പ് അവരുടെ നെരിയാണി വരെ, മറ്റുള്ളവരുടേത് അവരുടെ കാൽമുട്ട് വരെ, ചിലത് അവരുടെ ഊര വരെ, ചിലരുടേത് അവരുടെ തുർപ്പുവ വരെ, തൊണ്ടക്കുഴി വരെ. ചിലർ അവർ വിയർപ്പിൽ മുങ്ങിപ്പോകും, ചിലർ ആണ്ടുപോകും. ഇങ്ങനെയൊക്കെ ഹദീസിൻ്റെ ലഫ്ദുകൾ കാണാം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. ഈ ദിനം മഹ്ശറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം ആളുകൾ അവർക്ക് അള്ളാഹു തൻ്റെ തണൽ വിരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നാണ്. 7 കൂട്ടർക്ക് അള്ളാഹു അവൻ്റെ അർശിൻ്റെ തണലേകി അള്ളാഹു അവർക്ക് ചൂടിൽ നിന്നും വിയർപ്പിൽ നിന്നും സുരക്ഷയേകും. ഈ 7 കൂട്ടരിൽ 2 കൂട്ടരെ കുറിച്ചാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഖതീബ് കൽപ്പിച്ചത്. ഒന്ന്, വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഫലാ തഅലമു ഷിമാലുഹ മാ അൻഫഖത് യമീനുഹു ഫലാ തഅലമു ഷിമാലുഹു മാ അൻഫഖത് യമീനുഹു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? തണൽ ലഭിക്കുന്ന, വിയർപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷ നൽകപ്പെടുന്ന ഒരു വ്യക്തി, അയാൾ ആരാ? വറജുലുൻ, ഒരു മനുഷ്യനാണ്. തസദ്ദഖ ബിസദഖ, അയാൾ ഒരു ദാനം നിർവഹിച്ചു. ഫഅഖ്ഫാഹ, അയാൾ ആ ദാന നിർവഹണത്തെ, ദയാവായ്പിനെ അയാൾ ഗോപ്യമാക്കി മറച്ചു. എങ്ങനെ മറച്ചു? ഫലാ തഅലമു ശിമാലുഹു മാ അൻഫഖത് യമീനുഹു. വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ പോലും അറിയാത്ത നിലക്കാണ് അയാളുടെ ചെലവഴിക്കൽ. അപ്പം എത്രമാത്രം ഇഖ്ലാസിൽ അയാൾ ദാനധർമ്മം നിർവഹിച്ചു. അങ്ങനെയുള്ള മനുഷ്യനാണ് അള്ളാഹു അർശിൻ്റെ തണലേകുന്നത്. മറ്റൊരുത്തൻ, അദ്ദേഹത്തെക്കുറിച്ച് ഹദീസിലുള്ളത്, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ബിഹി ഐനാഹ്. വറജുലുൻ, ഒരു മനുഷ്യൻ, ദക്കറല്ലാഹ ഖാലിയൻ, ഒഴിഞ്ഞ്, ആളൊഴിഞ്ഞിടത്ത് അയാൾ ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അങ്ങനെ ഫഫാദത്ത് ഐന, അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയും ചെയ്തു. അഥവാ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരു മനുഷ്യൻ. എങ്ങനെ? ആളരങ്ങിൽ കരയുകയല്ല, ആൾക്കൂട്ടത്തിൽ കരഞ്ഞു തീർക്കുകയല്ല, പ്രത്യുത ആളൊഴിഞ്ഞിടത്ത് ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്. അതാണ് ഇഖ്ലാസിലുള്ള ബുക്ക, അള്ളാഹുവിനുള്ള കരച്ചിൽ. അങ്ങനെ കരഞ്ഞ ഒരു വ്യക്തി, അയാൾക്കും അള്ളാഹു അർശിൻ്റെ തണലേകും എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. അപ്പോൾ നോക്കൂ സഹോദരന്മാരെ, എപ്പോഴാണ് അമൽ ഫലപ്പെടുക? എപ്പോഴാണ് ഒരു അമലിന് അതിൻ്റെ ഗുണവും അതിൻ്റെ മഹത്വവും ഉണ്ടാവുക? അത് ഇഖ്ലാസാകുന്ന അടിത്തറയിൽ അമലിനെ നമ്മൾ ചിട്ടപ്പെടുത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. നമ്മൾ ചില ഉദാഹരണങ്ങൾ കേട്ടു. അലി സൈനുൽ ആബിദീൻ, ഇമാം അലി സൈനുൽ ആബിദീൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ. ഹുസൈന് ജീവിച്ച, കർബലയ്ക്ക് ശേഷം ജീവിച്ച ഏക സന്താനമാണ് അലി സൈനുൽ ആബിദീൻ. ഈ അലി സൈനുൽ ആബിദീൻ വലിയ ശ്രേഷ്ഠനും പുണ്യാളനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പറയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ ലാ എന്ന പദം ഉണ്ടായിരുന്നില്ല എന്നാണ്. ലാ, ഷഹാദത്ത് കലിമയിലല്ലാതെ അദ്ദേഹം ലാ എന്ന് പറഞ്ഞിരുന്നില്ല എന്നാണ്. ഷഹാദത്ത് കലിമയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ലാ ഉണ്ടല്ലോ. ചിലർ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയലുണ്ട്, ഷഹാദത്ത് കലിമ അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ലാ എന്നുള്ളത് അറിയുമായിരുന്നില്ല എന്നാണ്. അത്ര നല്ല ഒരു ധർമ്മിഷ്ഠനും പുണ്യാളനുമായിരുന്നു അലി സൈനുൽ ആബിദീൻ. ഈ അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ ജീവിച്ചിരുന്ന നാളിൽ മദീനയിലെ വിധവകളും യതീമുകളും ജീവിത ക്ലേശം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അവർ പട്ടിണിയുടെ, പരിവട്ടത്തിൻ്റെ ഒരു പ്രയാസം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അത്രമാത്രം ആ അഗതികളെ, അബലകളെ, വിധവകളെ, യതീമുകളെ പരിരക്ഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അലി സൈനുൽ ആബിദീൻ. പക്ഷെ അത് ആരും അറിയുമായിരുന്നില്ല. അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഇത് നിർവഹിക്കുന്നത് എന്ന് ആരും അറിഞ്ഞിരുന്നില്ല.
അത്രമാത്രം അദ്ദേഹം ഇരുളിൻ്റെ മറവിൽ സ്വന്തം മുതുകിൽ ഭക്ഷണം പേറി വീട് വീടാന്തരം കയറി ഇറങ്ങി അവരെ സേവിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അലി സൈനുൽ ആബിദീനാണ് ഈ കർമ്മം നിർവഹിച്ചിരുന്നത് എന്നറിയുന്നത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരാണ്, വിയോഗാനന്തരാണ്. അദ്ദേഹത്തെ ജനാസ കുളിപ്പിച്ച ചില മഹത്തുക്കൾ അദ്ദേഹത്തിൻ്റെ മുതുകിൽ കയറ് വരിഞ്ഞ തഴമ്പിച്ച അടയാളം കാണുകയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, മദീനയിലുള്ള വിധവകളുടെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ പട്ടിണി പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നത് അലി സൈനുൽ ആബിദീനാണ്. കാരണം അതിൻ്റെ അസറുകൾ, അടയാളങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുതുകിൽ അവർ ജനാസ കുളിപ്പിച്ച മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ കണ്ടത്. അതും അദ്ദേഹം നിർവഹിച്ചിരുന്നത് ആരും അറിയാത്ത നിലക്കായിരുന്നു എന്നുള്ളതാണ്. അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ചരിത്രം ഈ ഒരു സമ്മാനം സൂക്ഷിക്കുകയുണ്ടായി. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹം നിഷ്കളങ്കമാക്കി ഇഖ്ലാസിൽ അത് നിർവഹിച്ചത് കാരണത്താൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ ചരിത്രത്തിൽ അബൂബക്കർ റളിയല്ലാഹു ഖലീഫയായി. അങ്ങനെ ഖലീഫയുടെ പ്രവർത്തനങ്ങൾ തുടർത്തുന്ന നാളുകളിൽ ഒരു രാവിൽ ഉമർ അലിയാരെ പിന്തുടരുകയാണ്. അബൂബക്കർ രാത്രി നടന്നു നീങ്ങുകയാണ്. എവിടേക്കാണ് ഈ പോക്കെന്നറിയുവാൻ ഉമറിൻ്റെ അനുധാവനം. ഉമർ കാണുന്നത് അബൂബക്കർ റളിയല്ലാഹുവിനെ ഒരു കുടിലിൽ പ്രവേശിക്കുന്നു. ആ കുടിലിൽ ഒരു വൃദ്ധയായ സ്ത്രീയാണുള്ളത്. അവിടെ വീട് പരിചരിക്കുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, അവിടെ വസ്ത്രം വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇസ്ലാമിൻ്റെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഉമർ പിന്നീട് ചെന്ന് ആ വീട് അന്വേഷിക്കുകയാണ്. അതൊരു വൃദ്ധയായ സ്ത്രീ, അവർക്ക് ആരോരുമില്ല ഈ ദുനിയാവിൽ. അവർ ബ്ലൈൻഡാണ്, അന്ധയാണ്. ആഗതൻ ആരി എന്നുള്ളത് ആ സ്ത്രീക്കും നിശ്ചയമില്ല. അവർ പറയുന്നത്, ആ ആഗതനാണ് രാത്രി വരുന്നത്, എൻ്റെ വസ്ത്രം വൃത്തിയാക്കുന്നത്, എനിക്ക് ഭക്ഷണം ഒരുക്കുന്നത്, എൻ്റെ വീട് ശുദ്ധീകരിച്ചു പോകുന്നത്. ദിനം പ്രതി അയാൾ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഉമർ പറയുകയാണ്, ആത്മകഥം നടത്തി അബൂബക്കറിൻ്റെ കാൽപ്പാടിനെ പിന്തുടരാൻ. ഉമർ, നീ ആരാണ്? ലഖദ് അത്അബ്ത മൻ ബഅദക യാ അബൂബക്കർ. അബൂബക്കർ, നിങ്ങളുടെ കാലശേഷം അധികാരമേൽക്കാൻ പോകുന്ന വ്യക്തിയെ നിങ്ങൾ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഉമർ പറഞ്ഞു പോയി എന്നാണ്. അപ്പോൾ ഈ ഒരു അമൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വേണ്ടി ചരിത്രം സൂക്ഷിച്ചു. അത് അബൂബക്കർ റളിയല്ലാഹുവിന് ചരിത്രത്തിൻ്റെ ഒരു സമ്മാനമാണ്. എന്തുകൊണ്ട്? അബൂബക്കർ തൻ്റെ അമലുകൾ നിർവഹിച്ചു, അത് അള്ളാഹുവിന് വേണ്ടി നിർവഹിച്ചു എന്നുള്ളതാണ്. അത് ഈ വിഷയത്തിൽ വളരെ മുഖ്യവും പ്രധാനവുമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു ഭാഗമാണ്. നമ്മളുടെ അമലുകൾ അത് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാക്കണം. അതിൽ ദുനിയാവിലൊരു വിഹിതം അല്ലെങ്കിൽ ദുനിയാവിൽ ഒരു പെരുമ അത് നമ്മൾ ലാക്കാക്കുവാനോ ലക്ഷ്യമാക്കുവാനോ പാടുള്ളതല്ല. അങ്ങനെയായാൽ നമ്മളുടെ അമലുകൾ ഗുണം കെട്ടതും ഫലം നഷ്ടപ്പെട്ടതും ആയി മാറുകയാണ് ചെയ്യുക. നമ്മൾ കേട്ടില്ലേ, ആഖിറത്തിൽ ജഹന്നം കത്തിക്കപ്പെടുന്ന, ആദ്യമായി കത്തി ആളിക്കപ്പെടുന്നത് 3 ആളുകളെ കൊണ്ടാണ് എന്നാണ്. ഇന്ന അവ്വല സലാസ അല്ലദീന തുസഅറു ബിഹിമുൻ നാറു യൗമൽ ഖിയാമ. നരകത്തി ജ്വലിപ്പിക്കപ്പെടുന്ന, കൂടുതൽ കത്തി ആളിക്കപ്പെടുന്ന 3 കൂട്ടർ. 3 കൂട്ടരെ കൊണ്ടാണ് തീ കത്തിക്കാളിക്കുക എന്നാണ്. എവിടെ? നരകത്തിൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാ. അതാരാ? ഒന്ന് ഒരു യോദ്ധാവാണ്, മറ്റൊന്നൊരു ഖാരിയാണ്, മറ്റൊന്നൊരു ആലിമാണ്. ഖാരി, ആലിം, പിന്നെ മറ്റൊന്ന് ഒരു സമ്പന്നൻ, ഒരു ധനികൻ, ഒരു യോദ്ധാവ്, പിന്നെ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ഖാരി, ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി. ഇവരെ കൊണ്ടാണ് നരകം കത്തിയാളിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാ. എന്തേ? ഇവരെ വിചാരണക്ക് കൊണ്ടുവരും. എന്നിട്ട് അവരോട് ചോദിക്കും അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. അപ്പോൾ ഓരോരുത്തരും തൻ്റെ പക്ഷം പറയും. യോദ്ധാവ് പറയും, നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു. ഖുർആൻ പാരായണം ചെയ്ത വ്യക്തി പറയും, ഞാൻ നിനക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്തു, രാത്രി നിസ്കരിച്ചു, പകലിൽ ഇബാദത്തെടുത്തു, അങ്ങനെ പറയും. സമ്പന്നൻ പറയും, ഞാൻ ദാനധർമ്മം നിർവഹിച്ചു. അപ്പം അള്ളാഹു പറയും, ഖദബ്ത്, നീ പറഞ്ഞത് കള്ളമാണ്. ഓരോരുത്തരോടും പറയും. മലക്കുകൾ അള്ളാഹു പറഞ്ഞതിനെ തുടർന്ന് പറയും, ഖദബ്ത്, നീ പറഞ്ഞത് കള്ളമാണ്. യോദ്ധാവിനോട് പറയും, നീ ധീരൻ എന്ന പേരിന് വേണ്ടിയാണ് പണിയെടുത്തത്.
ഖാരി പാരായണം ചെയ്ത വ്യക്തിയോട് പറയും, നീ ഖാരി എന്ന പേര് കിട്ടാനാണ്, നല്ല പോത്തുകാരനാണെന്ന പേര് കിട്ടാനാണ് പണിയെടുത്തത്. പണ്ഡിതനോട് പറയും, നീ പണ്ഡിതൻ എന്ന് പറയപ്പെടാനാണ് പണിയെടുത്തത്. സമ്പന്നനോട് പറയും, നീ ജവാദുൻ കരീം, ഞാൻ നല്ല അത്യുദാരനാണ് എന്ന പേര് കിട്ടാനാണ് പണിയെടുത്തത് എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടായിരുന്നു പണിയെടുത്തത്. അതൊക്കെ അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കുള്ളത് ഇതാണെന്ന് പറഞ്ഞ് നരകം കാണിക്കുകയും മുഖം നിലത്ത് കുത്തിയായിരിക്കും അവരെ നരകത്തിലേക്ക് വലിക്കുക എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. നരകം കാണിക്കപ്പെടും, എന്നിട്ട് നരകത്തിലേക്ക് അവർ വലിക്കപ്പെടും. എങ്ങനെ? മുഖം കുത്തിയ നിലക്ക്. യൗമ യുസ്ഹബൂന ഇലന്നാരി അലാ വുജൂഹിഹിം ഫദൂഖു മസ്സ സഖർ എന്ന് പറഞ്ഞില്ലേ? മുഖം നിലത്തുരുമ്മിക്കൊണ്ട് അവർ നരകത്തിലേക്ക് വലിക്കപ്പെടും എന്ന് പറഞ്ഞില്ലേ? അതേപോലെ നരകത്തിലേക്ക് മുഖം കുത്തി അവർ വലിക്കപ്പെടും. ഈ 3 പേരെ കൊണ്ടാണ് നരകം ആദ്യമായി കത്തിയാളിക്കപ്പെടുക എന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത നമ്മുടെ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, എത്ര ഗൗരവമാണ് വിഷയം! എന്തേ ഇതിന് കാരണം? ഇതിൻ്റെ കാരണം അമലുകൾ ഉണ്ട്. പക്ഷേ അമലുകൾ ഒരു ശക്തമായ ഭദ്രമായ അടിത്തറയിലാണ് നിർമ്മിക്കേണ്ടത്, അനുഷ്ഠിക്കേണ്ടത്. ആ അടിസ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഏതാണ് ആ അടിസ്ഥാനം? അതാണ് ഇഖ്ലാസ്. അമൽ അള്ളാഹുവിന് മാത്രമാക്കുക, അമൽ അള്ളാഹുവിന് നിഷ്കളങ്കവും നിഷ്കപടവുമാക്കുക എന്നുള്ളതാണ്. അത് ഇല്ലാതായാൽ പിന്നീടുള്ള ദുരന്തമാണ് ഈ കേട്ടതും ഈ മനസ്സിലാക്കിയതും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് വേണ്ടി അമലെടുക്കുക, ആ നിയ്യത്ത് നമ്മുടേത് നിഷ്കളങ്കമാക്കുക. എങ്കിൽ നമ്മുടെ അമലുകൾ ഫലപ്പെടുകയും നമുക്ക് ഗുണപ്രദമാവുകയും ചെയ്യും. നമ്മുടെ ആദത്തുകൾ വരെ നമുക്ക് പുണ്യമായി രേഖപ്പെടുത്തും എന്ന് നമ്മൾ പറഞ്ഞത് കേട്ടില്ലേ? ആദത്ത് നമ്മുടെ സമ്പ്രദായമാണ്, നമ്മുടെ നാട്ടുനടപ്പും സാധാരണ പതിവുകളുമാണ്. നമ്മുടെ ഉറക്കം ഉദാഹരണമായി നമ്മൾ കേട്ടു. ഉറക്കം നമുക്ക് പുണ്യമാവും എപ്പോൾ? നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഉറങ്ങുമ്പോൾ. അള്ളാഹുവിന് വേണ്ടി ഉറങ്ങുന്ന മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് ശുദ്ധി വരുത്തും. ഉറങ്ങുമ്പോൾ ചെല്ലേണ്ട വിറുതുകൾ, ദിക്റുകൾ നിർവഹിക്കും. വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നുറങ്ങും. അപ്പോൾ കവിളിൽ വലത് കൈ വെച്ച് വലത് കവിളിൽ വെച്ച് ചെരിഞ്ഞു കിടക്കും. അങ്ങനെ ശുദ്ധിയിൽ അന്തി ഉറങ്ങും. ഫജറിന് എഴുന്നേൽക്കണം എന്ന നിയ്യത്ത് അയാൾക്കുണ്ടായിരിക്കും. ഉറങ്ങിപ്പോകുമെന്ന ഭീതിയിൽ അയാളുടെ അലാറം സെറ്റ് ചെയ്ത് ഫജറിന് എഴുന്നേൽക്കുവാൻ അല്ലെങ്കിൽ അതിനു മുമ്പ് തഹജ്ജുദിന് എഴുന്നേൽക്കുവാനുള്ള നിയ്യത്തിൽ അയാൾ കിടക്കും. ഇങ്ങനെയാകുമ്പോൾ അയാളുടെ ഉറക്കം അയാളുടെ ആദത്താണ്, പതിവാണ്, സമ്പ്രദായമാണ്, നൈസർഗിക പ്രവൃത്തിയാണ്. പക്ഷേ അത് അയാൾക്ക് പുണ്യമായി ഭവിക്കുകയാണ്, പുണ്യമായി മാറുകയാണ്. എന്തേ അത് പുണ്യമാക്കിയത്? അത് അയാളുടെ നിയ്യത്താണ്. അതിൽ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് അയാൾ അമൽ ചിട്ടപ്പെടുത്തി എന്നുള്ളതാണ്. എന്നാൽ ഒരാൾ ഉറങ്ങുന്നു, ഉറങ്ങുമ്പോൾ അയാളുടെ കയ്യിൽ റിമോട്ട് കൺട്രോളറുണ്ട്, അല്ലെങ്കിൽ അയാളുടെ മുന്നിൽ ശബക്കുണ്ട്, നെറ്റുണ്ട്. അയാൾ ആ നെറ്റിൽ കണ്ണ് നട്ട് ശബക്കയിൽ കാതൂന്നി അയാൾ രതിക്രീഡകൾ കണ്ട്, കാമങ്ങളും അതേപോലെ തന്നെ രതിക്രീഡ വർണ്ണനകളും ഇതൊക്കെ കേട്ട് ദുഷിപ്പിൽ കണ്ണ് നട്ട് വൃത്തികേടുകളിൽ ലയിച്ച് അതിൻ്റെ ലഹരിയിൽ മൂത്ത് കിടക്കുന്നു. അങ്ങനെ ആ ലഹരിയിൽ അയാൾ മയങ്ങുന്നു. 2 ഉറക്കാണ്. പക്ഷേ ഒരുറക്കം ഒരാൾക്ക് വിപത്താണ്, ഒരാൾക്ക് നാശമാണ്. എന്തുകൊണ്ട്? അയാൾ അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു ഇഷ്ടപ്പെടും വിധം തൻ്റെ കിടപ്പറയും ഉറക്കശയ്യയും പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ സഹോദരന്മാരെ, നമ്മുടെ ആദത്തുകൾ വരെ നമുക്ക് പുണ്യമായി മാറുന്ന, നമുക്ക് അനുഗ്രഹമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും എപ്പോൾ നമ്മൾ മുഖ്ലിസീങ്ങളാണെങ്കിൽ, ഇഖ്ലാസോടുകൂടി നമ്മളുടെ അമലുകളെ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോൾ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയം അതാണ് നമ്മൾ ഇന്നൊരു ഖുതുബയായി ഇവിടെ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് നിഷ്കളങ്കദാസന്മാരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മാർഗത്തിൽ അള്ളാഹു നമ്മുടെ ആയുരാരോഗ്യം നമുക്ക് ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ഈ വേദി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉപരിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മുടെ ഈ സദസ്സിലേക്ക് അള്ളാഹു ചൊരിയുമാറാവട്ടെ. അള്ളാഹു ഒരു ഭാഗ്യം കെട്ടവനെയും ഈ കൂട്ടത്തിൽ ശേഷിപ്പിക്കാതെ അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാവരിലും കടാക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ, നരകത്തിൽ നമ്മളെ അള്ളാഹു മോചിപ്പിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നത്തിൽ അള്ളാഹു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടിയിരിക്കുവാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ കഷ്ടതകൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു അവരിൽ നിന്ന് വഴി മാറ്റുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ്റെ മാതാവ് രോഗഗ്രസ്തയായി ചികിത്സയിലാണെന്ന് അറിയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹദിക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആഫിയത്ത് നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം ആ മഹദിക്ക് അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അവർക്കേറ്റ മുസീബത്തിൽ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും സംരക്ഷിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്കെല്ലാവർക്കും കൺകുളിർമയേകുമാറാവട്ടെ. അള്ളാഹു നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ഈ ദുനിയാവിൽ കണ്ണി ചേർത്തതുപോലെ അള്ളാഹുവിൻ്റെ ജന്നത്തിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.